ഒറിജിൻസ് കോക്ക് എന്ന് സ്വന്തം പുണ്യാളൻ. ഡയറക്ടർ മഹേഷ് മധു, റൈറ്റർ സാംസി എം ആൻ്റണി, മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത് സാംസി എസ്. പാട്ടുകളൊന്നും വലിയ ഗുണമില്ല, പക്ഷേ സ്കോറിങ് വാസ് ഗുഡ്. എസ്പെഷ്യലി ആ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആ ഒരു മൂഡ് പിടിക്കുന്ന സമയത്ത് സാംസീസ് ചെയ്തത് ഓവറോൾ നല്ല സ്കോറിംഗ് ആയിരുന്നു. രണ്ടീവാണ് DOP ചെയ്തിരിക്കുന്നത്. നല്ല വർക്കാണ്. ഹിൽ സ്റ്റേഷനാണ്, കൂടുതലായിട്ട് ഇൻറ്റീരിയർ ഷോട്ട്സാണ്. ആ ഒരു ടോണ്, ആ ഒരു സെറ്റിംഗ്, പരിപാടി മൂഡൊക്കെ കറക്റ്റ് പിടിച്ചിട്ടാണ് രണ്ടീവ് ചെയ്തിരിക്കുന്നത്. ഗുഡ് സിനിമാറ്റോഗ്രാഫി. ഓൾസോ പിന്നെ സോമൻ്റെ എഡിറ്റിംഗ് ഇതേ മൂഡ് തന്നെ പിടിച്ചിട്ട്, അങ്ങനെ ഫാസ്റ്റ് കട്ട് പരിപാടിയൊന്നുമല്ല, സിനിമയുടെ പേസിനനുസരിച്ചുള്ള എഡിറ്റിംഗ് ആണ്. കൂടാതെ ഇതിൻ്റെ ആനിമേഷൻ ചെയ്തിരിക്കുന്ന, VFX ചെയ്തിരിക്കുന്ന ഡിജിബ്രിക്സ്, ഇതിൻ്റെ തുടക്കത്തിലൊരു പരിപാടിയുണ്ട്. പെട്ടെന്ന് കണ്ടപ്പോഴേ സിനിമ മാറിപ്പോയി എന്ന് വിചാരിച്ചു. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ആനിമേഷൻ പരിപാടി. ഇലാഹി രാജാവ് എന്ന് പറഞ്ഞിട്ടൊരു വാളും പരിപാടിയൊക്കെ ഏതോ നൂറ്റാണ്ടിൽ നടക്കുന്ന എന്തോ ഒരു ഫാൻറ്റസി പരിപാടി. പക്ഷേ അത് നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. കാരണം ഈ സിനിമയുടെയൊക്കെ ബജറ്റ് ഊഹിക്കാവുന്നതാണല്ലോ, അതിനുള്ളിൽ നിന്ന് എടുത്തതാണ്. ജിസ് ജോയുടെ വോയിസ് ഓവർ ഭയങ്കര കിടുമായിരുന്നു. നല്ല മൂഡായിരുന്നു, നല്ല ഫീലായിരുന്നു അത് തിയേറ്ററിൽ കേൾക്കാൻ വേണ്ടിയിട്ട്. ഭാലുവിനെയും അനശ്വരയും ഒരു മിന്നായം പോലെ കാണിച്ചുകൊണ്ടാണ് സിനിമ പിന്നീട് ആരംഭിക്കുന്നത്. ആഫ്റ്റർ ദാറ്റ് ആനിമേഷൻ പാർട്ട് ബൈജു ഉണ്ട്. ബൈജുവിൻ്റെ പേര് ചാക്കോ. അദ്ദേഹത്തിന് ഒരു ലോഡ് പെൺമക്കളുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഒരു ആൺതരി വേണം എന്നാണ്. അതിനുവേണ്ടി അദ്ദേഹം മുനിയാൻറ്റി ആൺതരി ലേഹ്യമൊക്കെ കഴിക്കുന്നുണ്ട്. സിനോജ് വർഗീസിൻ്റെ സ്പാർക്ക് അങ്കമാലിയിലെ അങ്ങനെ ഒരു കഥാപാത്രം. അങ്ങനെ ബൈജുവിൻ്റെ ആൺതരിയാണ് ഇതിൽ ബാലു ചെയ്തിട്ടുള്ള കഥാപാത്രം, തോമസ് പള്ളിയിൽ അച്ഛൻ. ബാലുവിൻ്റെ കുട്ടിക്കാലവും കൗമാരക്കാലവും ഒക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ റിലവൻസ് എന്തായിരുന്നു എന്ന് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് മനസ്സിലായിട്ടില്ല. ഒരു റിലവൻസും ഇല്ല. തുടക്കത്തിൽ വെറുതെ കുറച്ച് കുട്ടിക്കാലം, വളരെ ക്യൂട്ടായിട്ടുള്ളൊരു പെൺകുട്ടി, അവരുടെ ഒരു ലവ് ട്രാക്ക്. പിന്നെ കൗമാരക്കാരൻ ബാലുവിൻ്റെ ചെയ്ത പയ്യൻ കറക്റ്റ് ബാലു ലുക്കായിരുന്നു. അതങ്ങനെ കുറേ സമയം, തുടക്കത്തിൽ കുറേ സമയം അങ്ങനെ ഒരു പരിപാടി. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിനുശേഷം പിന്നെ ബാലു വലുതായി, അതായത് ശരിക്കുള്ള ബാലു സ്ക്രീനിൽ വന്നു. രഞ്ജി പണിക്കർ വന്നു. രഞ്ജി പണിക്കർ ഒരു പള്ളിയിൽ അച്ഛനാണ്, വീഡിയോ ക്രിയേറ്ററാണ്. പുള്ളി എയർ പിടിച്ചിട്ട് പുള്ളിയുടെ ഒരു ഡാൻസൊക്കെ ഉണ്ട്, എയർ ഡാൻസ്. അങ്ങനെ പോകുന്നു. പക്ഷേ തുടക്കത്തിൽ ആ സീന് മുതൽ നല്ല വലിച്ചിലായിരുന്നു, ഭയങ്കര വലിച്ചിലായിരുന്നു. അയ്യോ ഇതെന്താ ഇങ്ങനെ സിനിമ, ഒരു സുഖമില്ല, ഒരു കാണാൻ ഒരു സുഖം കിട്ടാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ അൽത്താഫ് വന്നു. അൽത്താഫിനൊന്നും മടുക്കൂലേ, എല്ലാ സിനിമയിലും ഒരുപോലെ തന്നെ. അൽത്താഫിൻ്റെ ഒരു കോമിക് റിലീഫാണ് ഉദ്ദേശിക്കുന്നത്. അൽത്താഫ് ആ പതിഞ്ഞ സ്വരത്തിൽ എന്തെങ്കിലും ഡയലോഗ് പറയും. അൽത്താഫിൻ്റെ കയ്യിൽ നിന്ന് ഇടുന്നുണ്ടാവുമായിരിക്കാം, എഴുതി കൊടുക്കുന്നുണ്ടാവുമായിരിക്കാം. എന്തായി കഴിഞ്ഞാലും സ്ഥിരം പരിപാടി തന്നെ അൽത്താഫ്. പിന്നെ ഒരു പള്ളിയിലച്ഛൻ, അഷ്റഫ് മല്ലിശ്ശേരിയാണ് ചെയ്തതെന്ന് തോന്നുന്നു. അദ്ദേഹം ചെയ്ത പള്ളിയിലച്ഛൻ കഥാപാത്രം അതിനാടകീയമായിട്ടുള്ള അഭിനയം, ഡയലോഗ് ഡെലിവറി വളരെ മോശം. പുള്ളി കുറച്ച് റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ളൊരു പള്ളിയിലച്ഛനാണ്. അത് കാണിക്കാൻ വേണ്ടി അദ്ദേഹം സ്വയം റഫ് ആൻഡ് ടഫ് ആവുന്നത് ഇങ്ങനെ ഫീൽ ചെയ്യുക, അഭിനയം ഫീൽ ചെയ്യുക. വളരെ മോശം, അരോചക അഭിനയമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതൊന്നും പറയാനിട്ട് കിനാവിൻ വരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഞ്ഞ പാട്ടും. ആദ്യം ഈ പാട്ട് ഒരു തവണ സഹിച്ച്, കിനാവിൻ വരി എന്നെല്ലാം പറഞ്ഞിട്ട്, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും കിനാവിൻ വരി. ഈ ഒരു ഏരിയ ഇത്രയും സമയം എനിക്ക് നല്ല ബോറടിയായിരുന്നു. അതിനുശേഷം പിന്നെ പടം ഒന്ന് സെറ്റായി വന്നത് അനശ്വരയുടെ എൻട്രിയോട് കൂടെയാണ്. അനശ്വരയും വിനീഷ് വിശ്വമൊക്കെ വന്ന് അങ്ങനെ പടത്തിൻ്റെ ഒരു കാര്യമായ കഥയിലേക്ക് കടക്കുന്നത്. അനശ്വരയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, മ്യൂച്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രമാണ്. അർജുൻ അശോകൻ, ബാലു, അനശ്വര, ഇവർ 3 പേരുമാണ് ലീഡ്സ് എന്ന് പറയുന്നത്. അനശ്വരയുടെ കഥാപാത്രം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ കുഴപ്പമില്ലായിരുന്നു, അനശ്വരയ്ക്ക് പറ്റിയ കഥാപാത്രം തന്നെയായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വന്ന സമയത്ത് എനിക്ക് മുട്ടൻ കോമഡി പീസായിട്ട് തോന്നിയിട്ടുള്ള അനശ്വരയുടെ കഥാപാത്രം. കാരണം ഭയങ്കര മിസ്കാസ്റ്റ്. അനശ്വരയെ കൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ വയ്യാത്ത ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രജിഷയൊക്കെ ആണെങ്കിൽ ഓക്കെ, അറ്റ്ലീസ്റ്റ് ഫൈൻ എന്ന് വിചാരിക്കാം. ഇതെന്തുവാ അനശ്വര ഓരോന്ന് കാണിക്കുമ്പോൾ അയ്യേ ഇതൊക്കെ സീരിയസ് ആയിട്ട് തന്നെ കാണിക്കുന്നതാണോ, അത് കോമഡിയാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പരിപാടി അനശ്വരയെ കൊണ്ട് എനിക്ക് പറ്റുന്നതായിട്ട് തോന്നിയിട്ടേ ഇല്ല. പിന്നെ ക്ലൈമാക്സ് എല്ലാം ആകുമ്പോഴേക്കും പിന്നെ പറയണ്ട. പിന്നെ പോരായിട്ട വിനീഷ് വിശ്വം, പുള്ളിക്കും എടുത്താൽ പൊങ്ങാത്തൊരു കഥാപാത്രം. ലാസ്റ്റ് ചാടി മറിയൊക്കെ ചെയ്തിട്ടുണ്ട് വിനീഷ് വിശ്വം, എന്തൊക്കെയോ കാണിക്കുന്നു. പിന്നെ ഒരു പോലീസുകാരൻ, ആ പോലീസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു കോമഡി പീസ് പോലീസുകാരൻ. എന്താ ഈ പോലീസുകാരൻ കാണിക്കുന്നത്? പിന്നെ വൈന് കാണാതായിട്ട് ഡോഗ് സ്ക്വാഡൊക്കെ വരുന്ന ഒരു പ്രത്യേകതരം പോലീസ്. ഇതെന്താ അമ്മേ, എങ്ങനെയൊക്കെ ഉണ്ട് പോലീസ് നാട്ടിൽ? ഇവിടെ ആൾ തട്ടിപ്പോയാൽ തന്നെ പോലീസ് വരാൻ താമസിക്കും. അപ്പോഴേ വൈൻ കുപ്പി കാണാതായപ്പോഴേക്ക്. അനശ്വരയും ബാലുവും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഓൾമോസ്റ്റ് ഇവർ തന്നെയാണ്. അപ്പോൾ ഇൻറ്റീരിയർ സീൻസാണ്. അങ്ങനെയുള്ള സമയത്ത് വേറെ ആരുമില്ല, സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളൊന്നുമില്ല. അത്തരം ഒരു സിറ്റുവേഷനിൽ ആക്ടേഴ്സിൻ്റെ ലിമിറ്റേഷൻസ് കറക്റ്റ് മനസ്സിലാവും. ബാലുവിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ബാലു ടെൻഷൻ കാണിക്കുമ്പോൾ ആ ഒരു ക്യാരക്ടർ പിടിച്ച് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ബാലു എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. ഇതിലൊരു സീനുണ്ട്, ബാലു ടെൻസ്ഡായിട്ട് ഫോൺ കോൾ ചെയ്യുന്നൊരു സീൻ മൊബൈലിൽ. ഒരു പ്രോപ്പർട്ടി പുള്ളിയുടെ കയ്യിൽ, പക്ഷേ പുള്ളി ആ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് പുള്ളി ഇങ്ങനെ
പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ മാറ്റി മാറ്റി കളിക്കും, ആ ടെൻഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതൊക്കെ ശരിക്കും ഇങ്ങനെ പുള്ളിയെ തന്നെ കണ്ടുകൊണ്ടിരിക്കുമല്ലേ, വേറെ ആരും ഇല്ല സീനിൽ, അനശ്വര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ആ അഡിയോസ് അമിഗോൻ്റെ അകത്ത് ആസിഫ് അലി 1500 തവണ ബോസേ 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 എന്ന് സുരാജിനെ വിളിച്ചതിന് ശേഷം ഇതിൽ ബാലു മോളെ 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 മോളെ, ഇത് തന്നെ അനശ്വരനെ മോളെ 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 എന്ന് ഇങ്ങനെ വിളിയായിരുന്നു. അർജുൻ അശോകൻ്റെ കഥാപാത്രം വന്നപ്പോൾ വീണ്ടും പടത്തിന് ഒരു ജീവൻ വെച്ചു. അർജുൻ അശോകൻ ചെയ്ത കഥാപാത്രം ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള കഥാപാത്രമാണ്. അദ്ദേഹം അത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ചാർലി കൈൻഡ് ഓഫ് പരിപാടി, ഒരു കോസ്റ്റ്യൂം, പിന്നെ അദ്ദേഹത്തിൻ്റെ ചിരി, മാനറിസംസ് ഒക്കെ ഒരു പ്രത്യേക ഒരു പമ്മി അങ്ങനെ ഒരു സാധനം അർജുൻ അശോകൻ പിടിച്ചിട്ടുണ്ട്. ടുവേർഡ്സ് ക്ലൈമാക്സ് പടം അത്യാവശ്യം നല്ല സീരിയസ് ആവുന്നുണ്ട്, ഗ്രിപ്പിംഗ് ആവുന്നുണ്ട്. പിന്നെ ക്ലൈമാക്സ് ഞാൻ പറഞ്ഞല്ലോ, ഈ കഥാപാത്രങ്ങളുടെ കാസ്റ്റിംഗ് കൊണ്ടും അവർ കാണിക്കുന്നത് കോമഡി ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് അങ്ങനെ. പക്ഷേ എസ് എ ഹോൾ നോക്കുന്ന സമയത്ത് സിനിമ ഒരിക്കലും ഒരു വളരെ മോശം സിനിമയായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. തുടക്കത്തിലുള്ള കുറച്ച് വലിച്ചിലും പിന്നെ അനശ്വര ബാലു കോമ്പിനേഷൻ സീൻസിലുള്ള എൻഗേജിങ് ആയിട്ടുള്ള പാർട്ടും അർജുൻ അശോകൻ വന്നതിന് ശേഷമുള്ള എൻഗേജിങ് ആയിട്ടുള്ള പാർട്ടും ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് കുഴപ്പമില്ല എന്നുള്ളൊരു ഫീലാണ് എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴുണ്ടായിട്ടുള്ളത്. പിന്നെ ഇതിൽ നമ്മുടെ സോങ് എന്നതാ നടക്കും നടക്കട്ടുമേ, ഈ സാധനം ഇങ്ങനെ ഇരിക്കടാ രായപ്പൻ കപ്പ് മുഖ്യം വെക്കിലേ.